നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരാൾ ജാക്കറ്റ് ഒന്നും ഇടാണ്ട് എങ്ങോട്ട് പോകുന്നു? ജാക്കറ്റ് ഇടാണ്ട്. നല്ല തണുപ്പില്ലേ? ഒരു ഇളം തണുപ്പ്. ഇളം തണുപ്പില്ല, തേങ്ങാക്കൊലകളാണ്. എന്താ ജാക്കറ്റ് ഇടാത്ത? തണുത്തിട്ട് നല്ല തണുപ്പുണ്ട്. വലിയ തണുപ്പ് ഇഷ്ടമാണ്. നോക്കാലോ, ഇപ്പൊ 6:30 ഉള്ളൂ. സമയം പോകും തോറും ഇതേ തണുപ്പ്. മൂക്കറ്റം കണ്ട, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. പറഞ്ഞത് പാകിസ്ഥാൻ പവലിയനിലേക്ക് ആദ്യം പോവാം. എന്തിനായിരുന്നു? ഉദ്ദേശശുദ്ധിയും കൂടി പുറത്തു വരട്ടെ. അല്ല, പാകിസ്ഥാൻ നല്ലത്. അതെ, അതുകൊണ്ട് മാത്രമാണല്ലോ, അല്ലാണ്ട് ജാക്കറ്റ് വാങ്ങാനല്ലല്ലോ. ഇന്ത്യയിൽ അത്ര ഒന്നും ഇല്ലെങ്കിലും അവിടുത്തെ ജാക്കറ്റ് അടിപൊളി. ജാക്കറ്റ് കണ്ടിട്ട് തിരിച്ചുതരാം കേട്ടോ. വീട്ടില് 2-3 ജാക്കറ്റ് വെച്ചിട്ട് ഡയലോഗ് ഒന്നുകൂടെ പറയുമോ? എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അല്ല, ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ പവലിയനിൽ പോവാന്ന്. എന്തിന്? വേണമെങ്കിൽ ഇന്ത്യൻ പവലിയനിൽ കേറിയിട്ട് പോവാട്ടോ. എന്നിട്ട് ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താ? അങ്ങനെ തീരെ തണുപ്പില്ലാത്തോണ്ട് ഒരു ജാക്കറ്റ് വാങ്ങിക്കാം അല്ലേ? ആരാ ഇവിടെ ഒരു സെലിബ്രിറ്റി വന്ന? അതാ ഷോലെ സിനിമയിലത്തെ താക്കൂർ ഉണ്ട് ഇവിടെ. കാണിച്ചേരേ, നേരെ നേരെ നിക്കപ്പളെ മനസ്സിലാവും. കൈയോടെ കൈ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടിയാൽ. നമ്മൾ 3 തണുപ്പുള്ള ആൾക്കാരും തീരെ തണുപ്പില്ലാത്ത ഒരാളും. ഇതാണ് മക്കളെ ഗ്ലോബൽ വില്ലേജ്. ഞാൻ മറ്റേ വീഡിയോയില് 5 മിനിറ്റ് കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്ലോബൽ വില്ലേജ് ഇതാണ്. ഇന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. എത്ര പവിലിയൻസ് കയറുന്നൊന്നും പറയാൻ പറ്റില്ല. മാക്സിമം കയറാൻ നോക്കാം. ഗബ്ബർ സിംഗിന് കൈ വന്നു. ഗബ്ബർ സിംഗല്ല, താക്കൂറിന് കൈ വന്നു. പൊട്ടാറ്റോ കണ്ടപ്പോ കൈ മുളച്ചു താക്കൂറിന്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ആണ്. ആക്ച്വലി അന്ന് കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ അങ്ങ് ടോട്ടലി ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വിസിറ്റിന് വന്ന സമയത്ത് ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് വൺസ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോണത്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്. ബേസിക്കലി ഈ വീഡിയോ വേറെ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമ്മളന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ഓർത്ത് വെക്കാനാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണത് തന്നെ. അപ്പോൾ ഇത് ഗ്ലോബൽ വില്ലേജ് ഒരു തിരക്കുള്ള സാറ്റർഡേ ആണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് ഇത്രയും ക്രൗഡഡ്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഹാപ്പിനെസ് ഗേറ്റ് വഴിയാണ് എൻട്രി ചെയ്തത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഫുഡിൻ്റെ സ്ട്രീറ്റാണ് ബേസിക്കലി. ഒരുപാട് ടൈപ്പ് ഫുഡുണ്ട്. പക്ഷേ നമ്മൾ വേറെ ചിലരെയും കൂടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആകെ ഒരു പൊട്ടാറ്റോ, സ്പൈറൽ പൊട്ടാറ്റോ അത് മാത്രമാണ്. ഇവരെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഇവരും കൂടി വന്നിട്ട് ഫുഡ് എക്സ്പ്ലോറേഷൻ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇതെൻ്റെ അമ്മയുടെ സിസ്റ്റർ ഹസ്ബൻഡും മോനും, അത് എൻ്റെ ഇളയമ്മ, ഇളയച്ചൻ, അനിയൻ. അപ്പോൾ ഇവരെ കണ്ടുകിട്ടിയ സ്ഥിതിക്ക് ഞങ്ങളവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് ഏതോ ഒരു കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തോ ഒരു ഡാൻസാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും മാസങ്ങളായതുകൊണ്ട് ഓർമ്മയില്ല. ഇത് കണ്ടാണ് ഞാൻ ഓർത്തെടുക്കണേ. സോ ബേസിക്കലി എത്ര മാസമായി, 8-9 മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഒരിക്കൽ ചിന്തിച്ച് പോസ്റ്റ് ചെയ്യണ്ട, പിന്നെ വിചാരിച്ചു ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ എടുത്ത് കാണാമല്ലോ, അത്ര ഉദ്ദേശമുള്ളൂ. സോ
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ജാക്കറ്റ് ഇല്ലാതെ വന്ന ആൾ. അപ്പോൾ പുള്ളിക്ക് നമ്മൾ 6:30 അകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ ഗ്രാജുവലി തണുപ്പ് കൂടുമല്ലോ. അപ്പോൾ പിന്നെ ജാക്കറ്റ് മേടിക്കാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. അങ്ങനെ നമ്മൾ ഇതിന് മുന്നേ ഐ തിങ്ക് എനിക്ക് ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പവീലിയനിൽ നിന്ന്. അപ്പോൾ അന്ന് നമുക്ക് നല്ല ബാർഗെയിനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല പ്രൈസിന് ജാക്കറ്റ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ വീണ്ടും പോവാം ഇത് ചിന്തിച്ചത്. പക്ഷേ അത് അന്ധകാലം. ഇന്ന കാലത്ത് ബാർഗെയിനിങ്ങും നടന്നില്ല. അവരൊരു തരി പോലും ഇൻഫാക്റ്റ് ഇത് തുടങ്ങിയ സമയമായതുകൊണ്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ തീരെ പ്രൈസ് കുറയ്ക്കാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം വേണ്ട, അങ്ങനെ ഇപ്പോൾ വെറുതെ കാശ്, അതായത് ഇപ്പോൾ ഒരു ജാക്കറ്റ് 700-800 പറഞ്ഞിട്ട് നിങ്ങൾക്ക് 500 തരാം. ഞാൻ അവിടെ നിന്നൊരു നല്ല അടിപൊളി തിക്കായിട്ടുള്ളൊരു ജാക്കറ്റ് 300 ദിറംസിന് 300 അറൗണ്ട് ആ പ്രൈസിന് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊരു 6 ഇയേഴ്സ് മുന്നെയാണ്. ബട്ട് സ്റ്റിൽ ആ തിക്നെസ് പോലും ഇല്ലാത്ത ജാക്കറ്റിന് ഈ പ്രൈസ് കൊടുക്കാൻ വർത്ത് തോന്നിയുകൊണ്ട് നമ്മൾ പിന്നെ ജാക്കറ്റ് മേടിക്കാതെ ബാക്കി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയും ക്രൗഡും പിന്നെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അബിയേട്ടനങ്ങ് അക്ലമറ്റൈസായി. അതുകൊണ്ട് തണുപ്പ് അങ്ങോട്ട് അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഒരെണ്ണം എടുത്തായാലും ഒരു ടോപ്പ്, मैडम ഒരു പാന്റ്. 2.5 शॉल 3 मीटर അപ്പം നമ്മൾ കുറച്ചധികം പെവിലിയൻസ് കവർ ചെയ്യാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ ഇവിടെ തന്നെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മിക്ക കടകളിലൊക്കെ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ എന്തൊക്കെ മേടിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു ഇവിടെ, ഷോപ്പിങ്ങും ചെയ്തു. പക്ഷേ അത് ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. ബിക്കോസ് നമ്മൾ ഹാർഡ്ലി ഒരു 5 to 6 പെവിലിയൻസ് മാത്രമേ കയറിയിട്ടുണ്ടാവുള്ളൂ. കാരണം ടയർഡായിപ്പോയി, അത്ര പെട്ടെന്ന് ടയർഡായി. ഒന്നാമത് ഇത്രയും ക്രൗഡും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ ഓരോ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ ഓടല്ലേ. അതുകൊണ്ട് നമുക്ക് അത്രമാത്രം പെവിലിയൻസേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് കുറച്ച് തായ് ഫ്രൂട്ട്സിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ തായ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അത് ഒരു നമ്മൾ ഇതിനു മുമ്പ് കഴിക്കാത്ത ടേസ്റ്റിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഇളയച്ചനാണ് പോയിട്ട്, ഇളയച്ചനും എൻ്റെ അനിയൻ്റെ പേര് സംഗീത് എന്നാണ്. അപ്പോൾ ഇളയച്ചനും സംഗീത്തും കൂടെ പോയിട്ട് ഒരു 2-3 വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ ഇതുവരെ അങ്ങനെ കഴിക്കാത്ത ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്. അതെന്ന് വെച്ചാൽ ചക്കയുണ്ട് ഇതിനകത്ത്. ചക്ക കഴിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ തായ് ചക്കയ്ക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അതും പിന്നെ ഈ റെഡ് കളറിൽ കാണുന്നതും ഒരു ടൈപ്പ് ഓഫ് മാങ്ങയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. പിന്നെ മറ്റേ സാധനം എന്താണെന്ന് എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അതെന്തായിരുന്നു, അതും ഒരു മാങ്ങയാണെന്ന് തോന്നുന്നു. ഒരു രണ്ടും പച്ച മാങ്ങ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഫ്രൂട്ട്സ്. നമ്മൾ സാധാരണ ഒരു ബുഫയൊക്കെ കഴിക്കാൻ പോകുമ്പോഴും സാലഡ്സ് ഫ്രൂട്ട്സിലൊക്കെയാണല്ലോ തുടങ്ങണേ. അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഈ മാങ്ങ എല്ലാം നല്ലതായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൽ റെഡ് കളർ മാങ്ങ ഔട്ട്സൈഡ് റെഡാണ്. അപ്പോൾ നമ്മളത് എൻ്റെ അനിയൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ കളറാണോ പുറത്ത്? ബട്ട് അതെൻ്റെ നാച്ചുറൽ കളറാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റും ആയിരുന്നു അത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുറേ അതിനിടയ്ക്ക് പവിലിയൻസിലൊക്കെ കയറിയെങ്കിലും മെയിൻ ഫോക്കസ് ഫുഡായതുകൊണ്ട് അടുത്ത് ഞാൻ പോയി മേടിച്ചത് ലുക്കേമത്താണ്. ഈ ലുക്കേമത്ത് എന്ന് പറയുന്നത് ഒരു അറബിക് സ്വീറ്റാണ്. അപ്പോൾ എപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ വന്നാലും ഞാൻ മിസ് ചെയ്യാത്ത 1-2 സാധനങ്ങളിലൊന്നാണ് ലുക്കേമത്ത്. പിന്നെ ഞാൻ തായ്ലൻഡ് പോയിട്ട്
മാംഗോ സ്റ്റിക്കി റൈസ് മേടിക്കാറുണ്ട്. അത് ഇത്തവണ മേടിച്ചില്ല, കാരണം നമ്മൾ തായ്ലൻഡ് പവീലിൻ്റെ ഭാഗത്തോട്ട് പോലും പോയില്ല. പിന്നെ ഞാൻ ബബിൾ ടീ മേടിക്കും. അങ്ങനെ 1-2 സാധനങ്ങൾ എനിക്ക് അവിടെ പോയാൽ കഴിച്ചേ പറ്റൂ എന്നുള്ളതുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് എല്ലാം അങ്ങോട്ട് സമയം കിട്ടിയില്ല. പിന്നെ ഓൾസോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്ന സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് ബബിൾ ടീ ഒന്നും ഇത്തവണ മേടിച്ചില്ല. അപ്പോൾ ഈ സാധനം അടിപൊളിയായിരുന്നു. അതിനകത്ത് പിസ്ത സോസും ചോക്ലേറ്റ് സോസൊക്കെ ഇട്ടിട്ടപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഇത് ഏത് പവീലിയനാണെന്ന് എനിക്ക് യമനാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് ഇവിടെ പോയി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്തു. ഒന്നും വാങ്ങിയൊന്നുമില്ല. ഭയങ്കര കത്തിയായിരുന്നു ഇത്തവണ. തുടങ്ങിയ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഭയങ്കര പ്രൈസ്. ഒട്ടും അവരങ്ങ് വില കുറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അഭിയേട്ടൻ പോയിട്ട് വേറെന്തോ ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ബോസ്നിയൻ കെബാബ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇത്രയും മാസങ്ങളായതുകൊണ്ട് മറന്നുപോയി. അപ്പോൾ അത് ഇവർ 3-4 പേര് മാത്രമേ കഴിച്ചുള്ളൂ. നമ്മളപ്പോഴത്തേക്കും വേറെന്തോ ഞാനും അമ്മയും ഇളയമൊക്കെ വേറെ സൈഡിൽ കൂടെ പോയി ചായയൊക്കെ കുടിച്ചു. ഇത് കൂടാണ്ട് അല്ലറ ചില്ലറ എന്തൊക്കെയൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി മേടിക്കുമ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്യും. അത് ഭയങ്കര ചെറുതാണെങ്കിൽ 2 മേടിക്കും, കാരണം നമുക്ക് ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ സാധനം എന്തോ ക്യാൻഡിയാന്ന് തോന്നുന്നു. ഇത് ക്യൂട്ടായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. വാങ്ങിച്ചിട്ടൊന്നുമില്ല, വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇത് പിന്നെ നമ്മുടെ ഗെയിംസും റൈഡ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കയറണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. പക്ഷേ എന്തോ ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല. എനിക്കും അനിയനൊക്കെ പോയാൽ കൊള്ളാം, അഭിയേട്ടനൊക്കെ പോയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷേ വെറുതെ അത്രയും സമയം പോകുമല്ലേ. മെയിനായിട്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ, അച്ഛനും അമ്മയ്ക്കും ഇളയച്ചനും ഇളയമ്മക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വന്നത്. അനിയനും കൂടി ഇൻക്ലൂഡഡ് ആണ്. ബട്ട് സ്റ്റിൽ അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് നേരം കണ്ടു. എന്നിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് നീങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ ഇത്രയും എന്തൊക്കെയോ അല്ലാതെ ചിലരെ കഴിച്ചെങ്കിലും പ്രോപ്പറായിട്ട് ഡിന്നർ കഴിക്കാം. അത് ഞങ്ങൾക്ക് ആ ശീലമില്ല. പക്ഷേ അച്ഛൻ, അമ്മ, ഇളയച്ചൻ, ഇളയമ്മ, മേ ബി അച്ഛൻ മെയിനായിട്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ചാലേ അതൊരു ഡിന്നറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഏത് റെസ്റ്റോറൻ്റാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചില്ല. അപ്പോൾ ഏതോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇരുന്ന് ഓർഡർ ചെയ്തു. പക്ഷെ അപ്പോൾ നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടേ നമ്മളൊക്കെ കഴിച്ചുള്ളൂ. അച്ഛനും ഐ തിങ്ക് ഇളയച്ചൻ, ഇളയമ്മ അവരൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടാവാം. ഐ മീൻ എല്ലാവരും അങ്ങനെ വലിയൊരു വീട്ടിലൊക്കെ കഴിക്കുന്ന മാതിരി നമ്മൾ ഡിന്നർ കഴിച്ചില്ല. അച്ഛൻ മര്യാദയ്ക്ക് കഴിച്ചു, കാരണം നമുക്ക് ഇനി എന്തൊക്കെയൊക്കെ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിന്നർ കഴിച്ചു. അതിനുശേഷം പിന്നെ ഡിന്നർ കഴിച്ചാൽ നമുക്കപ്പോൾ ഡിസേർട്ട് കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ചുറൂസ് മേടിക്കാൻ പോയി. അത് നല്ലൊരു അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതെന്താ വെച്ചാലേ ഈ സമയമാകുമ്പോഴത്തേക്കും തണുപ്പിൻ്റെ അങ്ങ് ഉച്ചഘട്ടെത്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൈ വരെ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഈ ജാക്കറ്റ് പോലും ഇടാതിരിക്കണം അഭിയേട്ടനെ അഭിനന്ദിക്കുന്ന സീനാണ് ഇപ്പം കണ്ടത്. പുള്ളിക്ക് അപ്പോഴത്തേക്കും നല്ല തണുപ്പായി കഴിഞ്ഞു, പക്ഷേ സമ്മതിക്കാൻ അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ടേ. അപ്പം നമ്മൾ ചുറോസും കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പക്ഷേ ഇന്ത്യൻ പവീലിയനിൽ കയറാണ്ട് എങ്ങനെ നമ്മൾ ഒരു ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതാട്ടോ ഇന്ത്യൻ പവീലിയൻ. എന്തൊരു ഗംഭീരമായൊരു എൻട്രൻസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അതിൽ മെയിനായിട്ട് ഞാൻ മേടിക്കുന്നത് ഇവിടെ നിന്ന് ഞാനൊരു ഓയിൽ മേടിക്കും, ഹെയർ ഓയിൽ. അപ്പം ഞാൻ 1 ഇയറിലേക്കുള്ള ഹെയർ ഓയിൽ മേടിച്ചിട്ട് അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കഴിഞ്ഞ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് ഇന്ത്യൻ പവീലിയനിൽ ആ സ്റ്റോർ ഉണ്ടായിരുന്നില്ല. ഞാനും അഭിയേട്ടനും കൂടെ കുറേ മുക്കും മൂലയിലും കറങ്ങി ആ സ്റ്റോർ കണ്ടുപിടിക്കാൻ.
ഞങ്ങൾക്കതിൻ്റെ പേര് പോലും അറിയത്തില്ല. അതിൽ റിസപ്ഷനിലിരിക്കുന്ന ചേട്ടനെ മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ജ്വല്ലറീസൊക്കെ ഞാൻ യൂഷ്വലി മേടിക്കാറുണ്ട്. ഇത്തവണ ഞാൻ മേടിച്ചു. ഞാൻ തൊട്ട് മുമ്പ് കണ്ട ജുംക്ക ഞാൻ മേടിച്ചു. പിന്നെ എന്തോ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഇന്ത്യൻ പവലിയനിൽ വന്നിട്ടാണ് നമ്മൾ കുറച്ചധികം ഷോപ്പ് ചെയ്തത്. ഇന്ത്യൻ പവലിയനിൽ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ പിന്നെ പോവാം നല്ലൊരു ഡിസിഷനിലെത്തി. അതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യൻ പവലിയൻ്റെ അകത്ത് തന്നെ ചായയൊക്കെ കുടിച്ചു. ചായയും കുടിച്ച് പിരിയാം നല്ലൊരു ഡിസിഷനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 2 എൻട്രൻസ് കൂടിയാണ് കയറിയത്. അപ്പോൾ അവർ സീ ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു സ്പേസിൽ നമ്മൾ ചോളം കണ്ടു. എന്നാൽ പിന്നെ ചോളം പിന്നെ മറ്റേ ചെസ്നട്ട്സും മേടിച്ചു. അപ്പോൾ ചോളം വാസ് ഗുഡ്. ഇതൊന്നും വീട്ടിൽ ഈസിലി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഈ തണുപ്പത്ത് അവിടെ ഈ ചോളമൊക്കെ കഴിക്കുമ്പോൾ ചെസ്നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ പരസ്പരം യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 11-12 മണീൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ 1 മണിയെങ്കിലും ആയി കാണും. കാരണം ഞങ്ങൾ പിന്നെ പോകുമ്പോഴത്തേക്കും മൊത്തത്തിലങ്ങ് എല്ലാവരും പോകുന്ന സമയമായി, അതായത് ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യുന്ന സമയമായി. അപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഡെഡ് ടയേർഡായി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളങ്ങനെ നല്ലൊരു ഫാമിലി ടൈം എൻജോയ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാണ്. ടാറ്റാ. ജാക്കറ്റ്സ് കിട്ടിയില്ല. ജാക്കറ്റ് കിട്ടിയിട്ടില്ല എന്നല്ല, ജാക്കറ്റ് അവന്മാർ കൊടുക്കത്ത വില 700-800 ദിറംസിന്റെ ജാക്കറ്റ് ഞാൻ നിങ്ങൾക്ക് 500 തരാമെന്ന്. അത് ആരെ പറ്റിക്കാൻ നോക്കുന്നത്? എന്താണ് മല്ലയ്യ? എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എക്സ്പീരിയൻസ്? അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. കുറെ മട്ക കിട്ടിയിട്ടുണ്ട്.